നിങ്ങൾക്കായി ഈസി ലേണിംഗ് ഫോർ 8th സ്റ്റാൻഡേർഡ് എന്നൊരു കോൺസെപ്റ്റിൽ ഒരു വീഡിയോ ചെയ്യുകയാണ്. ഈ വീഡിയോ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വർഷം മുതൽ നമ്മൾ 8ാം ക്ലാസ്സിൽ തോൽവി ഉണ്ടല്ലോ, അതായത് പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികളെ വീണ്ടും ഒന്നും കൂടി എക്സാം എഴുതിപ്പിച്ച് 9th കയറ്റിവിടുന്ന ഒരു സിസ്റ്റം ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. അതുകൂടാതെ ഈ ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടാൽ നമ്മൾ 7th പാസ്സായി വരുന്ന കുട്ടികൾക്കും കൂടി പ്രയോജനമാകുന്ന രീതിയിലാണ് ടീച്ചർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പാഠം തന്നെ തുല്യ ത്രികോണങ്ങൾ, സിമിലർ ട്രയാങ്കിൾസ് എന്നാണ്. അപ്പോൾ എന്താണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിളിൻ്റെ ഇപ്പോൾ ഈ ടീച്ചറോട് ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിൻ്റെ സിമിലർ ഭാഗങ്ങൾ, അതായത് കറസ്പോണ്ടിങ് സൈഡ്സ്. ഇപ്പോൾ ഇവിടെ ഞാൻ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പം തുല്യ വശങ്ങൾ, ഈ വശങ്ങൾ രണ്ടും ഒരേ അളവ്, ഈ വശങ്ങൾ രണ്ടും ഒരേ അളവ്, ഈ വശങ്ങൾ രണ്ടും ഒരേ അളവാണെങ്കിൽ ഇത്തരം ത്രികോണങ്ങളെ നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയും. അപ്പോൾ തുല്യ ത്രികോണങ്ങളുടെ പ്രത്യേകത, ഈ രണ്ട് വശങ്ങളും തുല്യമാണെങ്കിൽ അവയ്ക്ക് ഉള്ളിൽ വരുന്ന ഈ കോണളവുകളും എങ്ങനെ തന്നെയായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണ്, ഈ തുല്യമായ വശങ്ങൾ, ഈ രണ്ട് വശങ്ങൾക്ക് എതിരെയുള്ള കോണ് എന്ന് പറയുന്നത് മറ്റേ ത്രികോണത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഞാൻ ഈ നീളം 8 സെൻറ്റിമീറ്റർ, ഇത് 8 സെൻറ്റിമീറ്റർ, ഇതൊരു 10, ഇത് 10, ഇത് 6 സെൻറ്റിമീറ്റർ എന്നാണ് വിചാരിക്കുക. അപ്പം ഇത് തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോൺ, ഇത് 8 എന്ന് പറയുന്ന ഈ ഒരു വശം ഇവിടെയുണ്ട്, 8 എന്ന് പറയുന്ന ഒരു വശം. അപ്പോൾ 8 എന്ന് തുല്യ വശമുള്ള ഇവയ്ക്കെതിരെയുള്ള കോണുകൾ, ഇപ്പോൾ ഇതൊരു 30 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് എന്ത് തന്നെയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇത്തരം ത്രികോണങ്ങളെയാണ് നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തുല്യമായ കോണുകളും വശങ്ങളും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ആംഗിൾ A = 40 ഡിഗ്രി, ആംഗിൾ B = 60 ഡിഗ്രി, ആംഗിൾ X 60 ഡിഗ്രി, ആംഗിൾ Y 80 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇത് 40 60 ആണെങ്കിൽ ഇത് 80 ആണെന്നറിയാമല്ലോ. അപ്പം ഒരേ കോണളവുള്ളവയുടെ എതിർവശങ്ങൾക്ക് ഒരേ നീളമാണെന്നല്ലേ നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം 80-ന് തുല്യമായ നീളമുള്ളത് ഏത് വശമാണ്, AB. അപ്പം നമുക്ക് എന്ത് പറയാം, AB എന്ന വശത്തിന് 80-ന്റെ എതിർഭാഗമാണ് AB. അപ്പോൾ ഇവിടെ 80-ന്റെ എതിർഭാഗം എത്രയാണ്, XZ. ABക്ക് തുല്യമാണ് XZ എന്ന് പറയാം. അതുപോലെ 40-ന് തുല്യം, ഇവിടെ ഈ കോണളവ് എത്ര, ഒരു മിനിറ്റ്, ഇത് 60 ഡിഗ്രി, ഇത് 80, 8 6 14, ബാക്കി പോയിട്ട് ഇവിടെ എത്രയാണ്, 40 ഡിഗ്രി. അപ്പോൾ തുല്യ കോണുകൾ ഏതൊക്കെയാണ്, കോൺ Aക്ക് തുല്യമാണ് കോൺ Z, അത് എത്രയാണ്, 60. അതുപോലെ കോൺ Bക്ക് തുല്യമാണ് കോൺ X, അത് എത്രയാണ്, കോൺ A എന്ന് പറയുന്നത് 40 ആണ്, ഇത് 60 ഡിഗ്രി. അതുപോലെ കോൺ Yക്ക് തുല്യമാണ് കോൺ Y = കോൺ C എത്രയാണ്, 80 ഡിഗ്രി. ഇനി തുല്യവശങ്ങൾ കണ്ടെത്തണം. 40-ന്റെ എതിർവശം എന്താണ്, BC. അപ്പോൾ ഇവിടെ 40-ന്റെ എതിർവശം എന്താണ്, XY. അതുപോലെ മൂന്നാമത്തെ എന്താ, 60-ന്റെ എതിർഭാഗം ഏതാണ്, എതിർവശം ഓപ്പോസിറ്റ് സൈഡ് AC ആണ്. ACക്ക് തുല്യം എന്ത് നമുക്ക് പറയാം, 60-ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് YZ അല്ലേ. ഇത്രയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത പാഠം പോവാം. ഈ സമവാക്യങ്ങൾ അഥവാ ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഈ സമവാക്യങ്ങൾ നിർമ്മിക്കുകയും അതിൽ നിന്നും നമ്മൾ ഇക്വേഷൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇക്വേഷൻസ് XY ഉൾപ്പെടുന്ന ഇക്വേഷൻസ് ഫോം ചെയ്ത് അത് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഒരു 34 സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, ഈ രണ്ട് സൈഡും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 34 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീതി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ, ഇത് 7 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 7 തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഈ രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടുകയും ചെയ്യുന്നതും കൂടെ ചെയ്താലാണ് എന്താ, ഫുള്ളായിട്ടുള്ള ചുറ്റളവ് അഥവാ പെരിമീറ്റർ 34 എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, പെരിമീറ്റർ അഥവാ ചുറ്റളവ് സമം 2 ഗുണം ഈ ലെങ്തിനെ നമുക്കൊരു X എന്നുള്ള അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കാം. അപ്പോൾ 2 ഗുണം X + 2 ഗുണം 7, 2 പ്രാവശ്യം കൂട്ടുന്നതിന് 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ.
സമം 34 എന്ന് എഴുതാമല്ലോ. 2 ഗുണം എക്സിനെ നമുക്ക് 2x + 14 = 34 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? 2x സമം ഇപ്പം നമുക്കൊരു ഇക്വേഷൻ ഫോം ആയിട്ടുണ്ട്. എക്സ് കൂട്ട് വരുന്ന ഒരു ഇക്വേഷൻ ഫോമായി. ഇതിനകത്ത് നിന്ന് 2x കണ്ടുപിടിക്കണം. അപ്പോൾ 2x = 34 - 14. 34 - 14 എത്ര വരും? 2x = 20. സോ x = 20. x = 20/2, അതായത് 10 സെൻറ്റിമീറ്റർ. നോക്കിക്കേ, ഇത് 10 സെൻറ്റിമീറ്റർ, ഇത് 10 സെൻറ്റിമീറ്ററാണ്. നമ്മുടെ കണക്ക് ശരിയാവുമോ നോക്കിയേ? 10ഉം 10ഉം 20, 20ഉം 10ഉം 30, 4 34. കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് അത് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, അടുത്ത 3rd ചാപ്റ്റർ ബഹുഭുജങ്ങൾ എന്നുള്ളതാണ്. എന്താണ് ബഹുഭുജങ്ങൾ എന്ന് വെച്ചാൽ വരകൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന അടഞ്ഞ രൂപങ്ങൾ, ക്ലോസ്ഡ് ഫിഗേഴ്സ്. അപ്പോൾ വരകൾ ഉപയോഗിച്ചപ്പോൾ ഒരു വര ഞാൻ ഇങ്ങനെ വരച്ചു, രണ്ടാമതൊരു വരയും കൂടെ വരച്ചാൽ ഒരു അടഞ്ഞ രൂപം ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഏറ്റവും ചെറിയ ബഹുഭുജം എന്ന് പറയുന്നത് എന്താണ്? ത്രികോണമാണ് കേട്ടോ. ത്രികോണം. ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറയുന്നത് ത്രികോണമാണ് കേട്ടോ. ത്രികോണം, ട്രയാങ്കിൾ. അടുത്ത എന്താണ്? സ്ക്വയർ, റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ റോംബസ്, കൈറ്റ് തുടങ്ങിയ 4 വശങ്ങളുള്ള എല്ലാവരും കൂടെ ചേർത്ത് നമുക്ക് വേണേൽ ചതുർഭുജങ്ങൾ എന്നൊരു വാക്ക് വിളിക്കാം കേട്ടോ. ചതുർഭുജങ്ങൾ അല്ലെങ്കിൽ ക്വാഡിലാറ്ററൽ കേട്ടോ. ക്വാഡിലാറ്ററൽ. ഇനി പിന്നെ നമുക്ക് ഇത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ട്രപ്പീസിയം ഉണ്ട്, പാരലോഗ്രാം ഉണ്ട്, പിന്നെന്താണ്, റോംബസ് ഉണ്ട്. ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള 4 സൈഡഡ് ഫിഗറാണ് റോംബസ്. റെക്റ്റാങ്കിൾ, സ്ക്വയർ, അങ്ങനെ എന്ന് വേണ്ട ഇഷ്ടം പോലെ സാധനങ്ങൾ 4 വശമുള്ളതിനകത്ത് വരുന്നുണ്ട്. ഇവരെല്ലാം കൂടി ചേർത്തൊരു ഫാമിലി ആയിട്ട് നമ്മൾ പറഞ്ഞാൽ അതിന് എന്തെന്ന് പറയാം? ചതുർഭുജങ്ങൾ അഥവാ ക്വാഡിലാറ്ററൽസ് എന്ന് പറയാം. അടുത്ത 5 വശം വരുന്നത് നമ്മൾ എന്താ പറയുക? പെൻറ്റഗൺ. 5 വശങ്ങൾ വന്നാൽ അത് നമ്മളതിനെ പെൻറ്റഗൺ എന്ന് വിളിക്കും. ഓക്കെ, പെൻറ്റഗൺ. അങ്ങനെ ഇത് ഇഷ്ടം പോലെ അങ്ങോട്ട് പോകും കേട്ടോ. എത്ര വശങ്ങളുണ്ടോ വശങ്ങളുടെ അനുസരിച്ച് പേരുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. പെൻറ്റഗണിൻ്റെ മലയാളം പഞ്ചഭുജം. ഓക്കെ, പഞ്ചഭുജം, അഷ്ടഭുജം, സപ്തഭുജം എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും കേട്ടോ. ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ എന്നൊക്കെ പറഞ്ഞ് ധാരാളമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആംഗിൾസിനെ പറ്റിയാണ് പറയാനുള്ളത്. പറയാൻ ടീച്ചർ, ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെയും അളവുകളുടെ തുക, ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും. ഏതൊരു ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടുള്ളൂ. ഇനി ഞാൻ അതിൽ തന്നെ ഒരു ചതുരം ഞാൻ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ചതുരം വരച്ചു എങ്കിൽ ഈ ചതുരത്തിൻ്റെ 4 കോണുകളും തമ്മിൽ കൂട്ടിയാൽ എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഈ ചതുരത്തിനെ നമ്മൾ എന്താക്കുക? 2 ത്രികോണങ്ങളാക്കുക. അപ്പോൾ എന്താ ഇതിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി 180 ആണ്, ഇതിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി 180. അപ്പോൾ 180 360 ഡിഗ്രി കിട്ടും. മനസ്സിലായില്ലേ? ഇനി ഞാൻ പെൻറ്റഗണാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. 5 വശമുള്ള ഒരു പോളിഗൺ ഞാൻ നിർമ്മിച്ചു. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എത്രയാണ്? എല്ലാ കോണുകളും കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ 3 ട്രയാങ്കിൾ നമുക്കിതിനകത്ത് രൂപീകരിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ സമം 180 ആണ്, ഇതിൻ്റെ സമം 180 ആണ്, ഇതിൻ്റെ സമം 180 ആണ്. അപ്പോൾ എത്ര വരും? 540 ഡിഗ്രി വരും. ഇനി ഒരു ഹെക്സഗണാണ്, 6 വശമാണെന്ന് വിചാരിക്കുക. 6 വശമാണെങ്കിൽ അതിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കിക്കേ, എത്ര എണ്ണം ഉണ്ടാവുന്നുണ്ട്? 1 2 3 4. സോ 4 × 180 ചെയ്താൽ പോരെ? 4 × 180 എന്താണ്? 720. അപ്പോൾ ഇതിന് നമുക്കൊരു എളുപ്പമാർഗമുണ്ട്. അതായത് എത്ര വശങ്ങളുണ്ടെന്ന് നോക്കുക. 4 വശങ്ങളാണെങ്കിൽ 4 - 2 4 - 2 × 180 ആണ് എന്ത്? 360 വന്നത്. ശരിയല്ലേ? 2 × 180 ആണ് 360. ഇനി ഇവിടെ എത്രയാണ്? 5 വശങ്ങളല്ലേ? 1 2 3 4 5. അപ്പോൾ 5 - 2 × 180, അതായത് 3 × 180 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 540 കിട്ടുന്നത്. ഇനി ഈ കേസിലോ 1 2 3 4 5 6 വശങ്ങൾ. സോ 6 - 2 × 180. അങ്ങനെയാണ് 6 - 2 ആണ് ഇങ്ങനെ കിട്ടിയത് 4 എന്ന് വന്നത്. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് ഏത് പോളിഗണിൻ്റെയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് സൈഡ്സിനെ n എന്ന് വിളിച്ചാൽ n - 2 ×
180 ആണ് എന്ത് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ പോളിഗൺ, അല്ലെങ്കിൽ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ. ഇനി ഏതൊരു ബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത്, പുറം കോണുകൾ എന്ന് വെച്ചാൽ ഈ പുറത്തേക്ക് വരുന്ന കോണുകൾ കേട്ടോ, പുറം കോണുകളുടെ തുക, ഈ കോണ് അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചെടുത്താൽ ഈ കോണ്, ഈ 3 കോണുകളും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 360. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ആംഗിൾ സപ്പോസ് ഒരു 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഇത് 60 ഡിഗ്രി, ഇത് 80 ഡിഗ്രി. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്കറിയാമല്ലോ, ഇത് 40 ആണെങ്കിൽ ഇത് 140 ആയിരിക്കുമല്ലോ. എപ്പോഴും ഒരു നേർരേഖ 180 ഡിഗ്രി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് 140, ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാണ്, ഇത് 120. സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും 180 ആണെന്നുള്ള കോൺസെപ്റ്റ് പ്രകാരം ഇത് 120, ഇത് 80 ആണെങ്കിൽ ഇത് 100. ഇനി നമുക്ക് ഈ പുറത്തുള്ള കോണുകളൊന്ന് കൂട്ടി നോക്കാം. എത്രയൊക്കെയാണ്, 120, 140, 100. എത്രയാണ് ആഡ് ചെയ്യുമ്പോൾ 360. അപ്പോൾ ഏതൊരു പോളിഗൺ, ഇപ്പം 4 സൈഡഡ് ആണെന്ന് വിചാരിക്കും, ഒരു സ്ക്വയറിൻ്റെ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത് പുറത്തേക്കുള്ളത് ഇതെന്ത് വരും, ഇത് 90 വരും. ഇത് ഇങ്ങോട്ടുള്ളത് എന്ത് വരും, 90 വരും. ഇത് ഇങ്ങോട്ടുള്ളത് എന്ത് വരും, 90 ഡിഗ്രി വരും. ഇത് എത്ര വരും, 90 ഡിഗ്രി വരും. 4 90 ആഡ് ചെയ്താൽ എത്രയാണ്, 4 × 90 എന്ന് പറയുന്നത് എത്രയാണ്, 360. ഇനി 5 സൈഡഡ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചോ, ഒരു പെൻറ്റഗണോ ഒക്കെ ഏതാണെങ്കിലും 5 സൈഡോ 6 സൈഡോ, എത്ര സൈഡ്സ് കൂടുന്തോറും എന്ത് സംഭവിക്കും, ഇതാണ് ഇത് നമ്മൾ പുറത്തുള്ള കോണുകൾ, പുറത്തേക്കുള്ള കോണുകളുടെ വലിപ്പം കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എപ്പോഴും പുറത്തുള്ള കോണുകളുടെ അളവുകളുടെ തുക 360 ആയിരിക്കും. യാതൊരു സംശയമില്ല, നിങ്ങൾക്ക് കാണാതെ പഠിച്ചു. ഏതൊരു പോളിഗണിൻ്റെയും പുറത്തുള്ള എല്ലാ കോണുകളും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും, 180 ആയിരിക്കും, 360 ആയിരിക്കും. ഓക്കെ, കുറേ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകത്തുള്ള കോണുകളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 1800 എന്ന് കിട്ടിയത്. ഇതെല്ലാം വലിയ ഒരു പോളിഗണാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. അങ്ങനെ അകത്തുള്ള കോണുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1800 കിട്ടിയെങ്കിൽ എത്ര വശമുള്ള പോളിഗൺ ആയിരുന്നു അതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ സം ഓഫ് ദ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180 അല്ലേ? അതാണ് എന്ത് 1800 നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സോ n-2 = 1800 / 180. അപ്പോൾ ഇത് കട്ട് ചെയ്തു 180നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും, 10. അപ്പം n-2 = 10 ആണെങ്കിൽ n = 10 + 2, അതായത് 12 വശങ്ങളുള്ള പോളിഗൺ ആയിരുന്നു അത് എന്ന് മനസ്സിലാക്കാം. ബാക്കി നാലാമത്തെ ചാപ്റ്റർ സർവ്വസമവാക്യങ്ങളാണ്. സർവ്വസമവാക്യങ്ങൾ കുറേ ഇക്വേഷൻസ് ഉള്ളത്. x + y × u + v. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ നമ്മൾ ചെയ്യുന്ന, xu പ്ലസ് എന്താണ് xv + yu + yv അല്ലേ? പിന്നെ നമ്മൾക്കൊരു ഇക്വേഷൻ ഉള്ളത് x - y × u - v എന്നുള്ളൊരു ഇക്വേഷനാണ്. അത് എഴുതുമ്പോൾ എങ്ങനെ വരണം? ഇക്വേഷൻ ഈസ് xu - xy, xy അല്ല, -xv - yu + yv. പിന്നെ വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് x - y the whole square, that is equal to x² - 2xy + y². പിന്നെ വരുന്ന ഇക്വേഷൻ x + y the whole square equal to x² + 2xy + y². പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇക്വേഷനാണ് x² - y². അപ്പോൾ അത് എഴുതേണ്ടത് x - y × x + y. ഇത്രയും ഇക്വേഷൻസാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഉദാഹരണമായിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം. 102ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. നമ്മൾ ഈ ഇക്വേഷൻ എഴുതേണ്ടത് 100 + 2 the whole square. അപ്പോൾ ഇക്വേഷൻ പ്രകാരം x², ദാറ്റ് ഈസ് 100ൻ്റെ സ്ക്വയർ ആയ 100ൻ്റെ സ്ക്വയർ എത്ര, 10000 + 2ab, 2 × 100 × b, അതായത് 2 2s are 4 × 100 400 + 2 2s are x² b², ദാറ്റ് ഈസ് 4. അപ്പോൾ എന്ത് വരും, 10400
404. അതാണ് ഉത്തരം. നമുക്ക് ചെയ്തുപോലെ നോക്കാതെ നമുക്ക് വേഗം ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇനി 5 മുതലുള്ള പാഠങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ടീച്ചർ വേഗം വരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുകയും ചെയ്യണം.